ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് എല്ലാവരുടെയും ചെടികളും പൂക്കളൊക്കെ? നിങ്ങളെ വീട്ടിലൊക്കെ ഒരാളുടെയും വീട്ടിൽ പോലും ഒരു ചെടി പോലും ഇല്ലാത്തതില്ലല്ലോ. എളുപ്പത്തിലും ഈസിയായി നടാൻ പറ്റിയൊരു ചെടിയാണ് ബിങ്ക ചെടി. കാരണം അതിന് വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാനൊരു കട്ടിങ്സ് കൊടുത്തതായിരുന്നു കേട്ടോ ഫസ്റ്റിക്ക്. ഇപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ വെറൈറ്റികളും ഉണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റികളില്ല എങ്കിലും അത്യാവശ്യം നല്ല വെറൈറ്റികളും പൂവിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ മിക്കവാറും ചട്ടിയിലും ബിങ്ക ചെടിയെ നിറച്ചിട്ടുണ്ട് കേട്ടോ അവർ. കാരണം ഒരു മെയിൻ്റെനൻസ് ചിലവുമില്ല, നിറയെ പൂക്കളും കിട്ടും. അതുകൊണ്ടാണ് ഇവർ ഇതിൽ തന്നെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടേനും എനിക്കിട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. നമ്മുടെ ഈ കുഞ്ഞ് ഫ്രെയിമിലായിട്ട് കുറച്ചൊക്കെ പൂക്കളായിട്ടാണ് ഒതുക്കി നിർത്തിയതാണ്. അടീനിയത്തിൻ്റെ തൈകളും എല്ലാ ഐറ്റം വെറൈറ്റികളും ഇവരെ കയ്യിലുണ്ട് കേട്ടോ. നമ്മളെ കയ്യിലൊക്കെ ഏകദേശം 1-2 വെറൈറ്റികളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാ ചെടികളിലും ഒന്ന് കൈ വെച്ചിട്ടുള്ള ഒരു ആളാണ് നമ്മൾ ഈ ഫ്രണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ബിങ്ക ചെടി. ഇത് കണ്ടില്ലേ, കുഞ്ഞ് അടീനിയൻ തൈ പാകിയതായിരുന്നു, കുറേ ചട്ടിയിലുണ്ട് കേട്ടോ. അതിൽ ഒന്ന് കുഞ്ഞ് തൈ തന്നെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് വെച്ചിട്ട്. നല്ല അതിൻ്റെ ഇടയിൽ ഇവിടെ ഈദിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കണേ നമ്മുടെ ഈദിൻ്റെ അന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ പൂക്കളുടെയൊക്കെ ഒരു സൈഡിൽ നിന്നിട്ടാണ്. നല്ല ഭംഗിയില്ലേ. ഇത് വേറെ സെക്ഷനാണ്. നമ്മളെ അഗ്ലോണിമകളും എല്ലാ വെറൈറ്റിയും കൂടി ഒരു കൂടി കലർന്നൊരു സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ല, ഈ മൂലൊക്കെ ഇങ്ങോട്ട് ഇവർക്കൊന്നും വെയിൽ ആവശ്യമില്ല. അപ്പോൾ എല്ലാ മൂലയിലും കൊണ്ട് നിർത്താൻ പറ്റിയ ഐറ്റംസൊക്കെയാണ് ഇവരൊക്കെ. പേരുകൾ പറയണമെന്നുണ്ടെങ്കിൽ അതിനേ നേരെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് അറിയുന്ന പേരുകൾ മാത്രമായിട്ടല്ല കേട്ടോ. ഉണ്ടില്ലേ, ഏകദേശം നല്ല ഹൈറ്റ്, നല്ല നിറയെ പൂക്കളും ചെടികളായിട്ടാണ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നും. ബൊഗൈൻവില്ലകളൊക്കെ ഫ്ലവറിങ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത് വിരിയാനാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിലും പല സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ട്. നമ്മുടെ ZZ പ്ലാന്റ് ബ്ലാക്കാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്, നല്ല തിക്ക് നിറഞ്ഞിട്ടുണ്ട്. ഇതൊരു വേറെ വെറൈറ്റികളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ സൈഡും അങ്ങോട്ടുണ്ട് ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ട്. ഇത് കണ്ട, ഇത് റെയർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അങ്ങനെ പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടായാലും ഇത് പിടിച്ച് കിട്ടാനും വലിയ പണിയാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും വളമൊന്നും വേണ്ട. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്തങ്ങ് പോകുന്നു എന്നുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് അങ്ങോട്ട് പോവാമെന്ന് കരുതി. കലാത്തിയും എല്ലാം കൂടി അങ്ങ് കലർത്തിയൊരു സൈഡിൽ അങ്ങ് സെറ്റാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ വേർതിരിച്ച് കാണിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ കലാത്തികളും വെറൈറ്റികളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ചെയ്താന്ന് കരുതി. എങ്ങനെയാലും ഒരു മെയിൻ്റെനൻസ് ചിലവും ഇല്ലാത്ത ഒറ്റ സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിങ്ക ചെടി പിടിപ്പിച്ചോളി. അതിനാകുമ്പോൾ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ അടിയിൽ അടീനിയവും കാര്യങ്ങളും തെച്ചികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ അല്ലേ. നമ്മൾ പിന്നെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല ഹാങ് ചെയ്തിട്ടിട്ടുള്ള ഒരു ബൊഗൈൻവില്ലാണിത്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടപ്പൂവെന്ന് പറയില്ലേ, കട്ടപ്പൂവെന്ന് ഇതിന് പറയില്ല. തിങ്ങിയ പൂവ് പറഞ്ഞാൽ ഇല കാണാത്ത പൂക്കൾ പറഞ്ഞില്ലേ, അത് ഇതിനാണ് പറയേണ്ടത്. കാരണം ഒരൊറ്റ ഇല പോലും ഇല്ല. നമ്മളെ ആയിരിക്കും ഇലകളൊന്നും പറിച്ച് കളയുന്നൊന്നല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ പല ഭാഗത്തും നല്ല കമ്പുകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ കുഞ്ഞു മരം എന്നാണെന്നുണ്ടെങ്കിൽ പറയാം. അമ്മ അതിർത്ത കുളത്തിലാണ് ഇവർ വളർത്തിയിട്ടുള്ളത്. ഇതൊരു അടുത്ത മയം കൂടെ ഉണ്ടോ, ഫുള്ള് ബൊഗൈൻവില്ലായിട്ടാണ്. എങ്ങനെയുണ്ട് ഈ വീഡിയോ ഒക്കെ? ഒന്ന് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ. ഇങ്ങനെയുണ്ട്, നല്ല ഓറഞ്ചാണ് ഒന്ന് ഈ പൂ. പക്ഷേ ഇതിലുള്ള ഭംഗിയുണ്ട്.